പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ ശത്രുക്കളുടെ കൂട്ടം ധൂളി പോലെയും നിർദ്ദയരുടെ കൂട്ടം പറക്കുന്ന പതിരു പോലെയും ആയിരിക്കും. എന്നാൽ നനച്ചിരിക്കാതെ നിമിഷത്തിനകം സൈന്യങ്ങളുടെ കർത്താവ് നിന്നെ സന്ദർശിക്കും. ഇടിമുഴക്കത്തോടും ഭൂമി കുലുക്കത്തോടും ഭയങ്കര നാദത്തോടും ചുഴലിക്കാറ്റോടും കൊടുങ്കാറ്റോടും ദഹിപ്പിക്കുന്ന അഗ്നിയോടും കൂടെ അവിടുന്ന് വരും. അരിയേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ജനതകളുടെ കൂട്ടം അവൾക്കും അവളുടെ കോട്ടയ്ക്കും എതിരെ യുദ്ധം ചെയ്ത് അവളെ കഷ്ടപ്പെടുത്തുന്നവർ സ്വപ്നം പോലെ നിശാദർശനം പോലെ ആകും. സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതിനായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ കരുണയും സ്നേഹവും ഇന്ന് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളിലേക്ക് അവിടുന്ന് വർഷിക്കുന്നു. കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക. നിങ്ങളെ പൂർണ്ണമായും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, മകനെ, മകളെ, നീ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നീ എൻ്റെ അടുക്കൽ വരിക, നിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം ഞാനാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഇന്ന് നീ അനുഭവിക്കുന്ന വേദനകളെ, നിന്നെ അലട്ടുന്ന ശത്രുക്കളെ, നിന്റെ നന്മകളെ കുറച്ചു കാണിക്കുന്ന വ്യക്തികളെ, നിന്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന വ്യക്തികളെ, മറ്റുള്ളവരുടെ മുൻപിൽ നിന്നെ ചെറുതാക്കി കാണിക്കുന്ന വ്യക്തികളെ, സംഭവങ്ങളെ എല്ലാം, നിന്റെ ഹൃദയം വേദനിച്ച ഓരോ സംഭവവും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു, വേദനിക്കുന്ന ഓരോരുത്തരും എൻ്റെ അടുക്കൽ വരിക. നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവം ഞാനാണ്. നിന്റെ ബലഹീനാവസ്ഥയെ എൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് നിന്റെ ജോലി കാര്യങ്ങളെല്ലാം സമർപ്പിക്കാം. ജോലി സ്ഥലത്തിലുള്ള എല്ലാ അരക്ഷിതാവസ്ഥയും സമർപ്പിക്കാം. ജോലിയിൽ നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ, ആരോടും പറയാൻ കഴിയാത്ത വേദനകളെ ഇപ്പോൾ ദൈവസന്നിധിയിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നിന്റെ ഹൃദയം തുറക്കുക. അവിടുന്ന് യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നത്, നിന്റെ ശത്രുക്കളുടെ കൂട്ടം ധൂളി പോലെയും നിർദ്ദയരുടെ കൂട്ടം പറക്കുന്ന പതിരു പോലെയും ആയിരിക്കും. നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ കർത്താവ് നിന്നെ ഉയർത്തും. ഇനിമേൽ നീ ലജ്ജിക്കേണ്ടി വരികയില്ല. എന്നാൽ നിന്റെ ബലമായ കർത്താവ് നിന്നെ ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും. അവിടുന്ന് നിന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ അവിടുന്ന് നിന്നെ ഉയർത്തും. ഇന്നു മുതൽ കർത്താവേ, നിന്റെ സന്നിധിയിൽ പൂർണ്ണമായും ഞാൻ ആശ്രയിക്കുന്നു. എനിക്ക് തുണയായ ദൈവമേ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം. എന്നെ പൂർണ്ണമായും മനസ്സിലാക്കിയ ദൈവമേ, നീയാണ് എൻ്റെ ശക്തി, എൻ്റെ അഭയകേന്ദ്രം. കർത്താവേ, ഇന്നത്തെ എൻ്റെ ജോലികളിൽ ആരും എന്നെ ആക്ഷേപിക്കുവാൻ നീ ഇടവരുത്തല്ലേ. ഇന്ന് ഞാൻ ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ സമയത്തിന് മുൻപ് ഏറ്റവും നല്ലതുപോലെ ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത വലിയ അനുഗ്രഹങ്ങളാൽ എനിക്ക് ചെയ്തു തീർക്കാൻ ഇന്ന് കൃപ തരണമേ. എൻ്റെ സംശയങ്ങളെ ദൂരീകരിക്കാൻ എൻ്റെ കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ശക്തി തരണമേ. എൻ്റെ അറിവില്ലായ്മയെ നീ നിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ.
കർത്താവേ, എൻ്റെ ജോലിയിൽ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കുന്നതിനും ദൈവമേ എന്നെ നീ സഹായിക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നിന്നിലേക്ക് വലിയ ശക്തി ഒഴുകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നെ കണ്ട് ഭയപ്പെടുന്ന രീതിയിൽ കർത്താവ് നിന്നെ ഉയർത്താൻ പോകുന്നു. കർത്താവായ ദൈവം നിന്റെ അലച്ചിലുകളെ കാണുന്നു, നിന്റെ കഷ്ടപ്പാടുകളെ കാണുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്റെ എല്ലാ ബലഹീനതകളെയും സമർപ്പിച്ച് അറിഞ്ഞോ അറിയാതെയോ ദൈവസന്നിധിയിൽ നീ ചെയ്തു പോയ തെറ്റുകളെ, പിഴവുകളെ, പാപത്തെ മാപ്പ് ചോദിച്ച് കർത്താവിൻ്റെ കാൽപാദത്തെങ്കൽ വെച്ച് നിന്റെ എല്ലാ കുറവുകളെയും വെച്ച് അവിടുത്തെ നിറവുകളിന്മേൽ ഭാഗഭാക്കുകളാകാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിലകൊള്ളാം. ഇന്ന് നീ ഭയപ്പെടുന്ന പ്രശ്നങ്ങളിൽ അവിടുന്ന് നിനക്ക് സുരക്ഷിതമായ പരിഹാരം നൽകും. ഇന്ന് നീ ഒന്നും ഭയപ്പെടേണ്ട. നിന്റെ കർത്താവായ ദൈവത്തെ നീ പോകുന്നിടമെല്ലാം കൂടെ കൊണ്ടുപോവുക. നിന്റെ ജോലി സ്ഥലത്തിൽ കൂടെ കൊണ്ടുപോവുക. നിനക്കറിയാൻ വയ്യാത്ത പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കും. ദൈവമായ കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ വിവിധ ആവശ്യങ്ങളെ ഞാൻ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജോലി മേഖലയെ, അവരെ വേദനിപ്പിക്കുന്ന ജോലി പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ കുടുംബ ജീവിതത്തെ സമർപ്പിക്കുന്നു, രോഗാവസ്ഥയെ സമർപ്പിക്കുന്നു. ഇന്ന് എല്ലാം കൊണ്ടും വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. പുതിയ ബോധ്യങ്ങളുടെ, പുതിയ അറിവിൻ്റെ, പുതിയ ആശയങ്ങളുടെ നിറവിനാൽ ഈ മക്കളെ നീ നിറയ്ക്കണമേ. കർത്താവേ, അവരുടെ ജോലി സ്ഥലത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രശോഭിക്കുന്നതിന് ആവശ്യമായ പുതിയ ജ്ഞാനവും അറിവും നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങൾക്ക് ജോലിയിൽ തടസ്സങ്ങൾ നേരിടുമ്പോൾ ശക്തനായ ദൈവമേ, നിന്റെ പുതിയ അറിവ് നൽകി, പുതിയ ബുദ്ധി നൽകി, കഴിവ് നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾക്കൊന്നിനും കുറവില്ലാത്തവരായി കാണപ്പെടാൻ എൻ്റെ ദൈവമേ, നീ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരിക്കലും ഈ മക്കൾ ലജ്ജിക്കാൻ നീ ഇടവരുത്തല്ലേ. ഇവരെ പരിഹസിച്ചവരുടെ മുൻപിൽ നീ ഇവരെ ഉയർത്തി അനുഗ്രഹിക്കണമേ. ഇവരുടെ നന്മകളെ തട്ടിയെടുത്ത് അവരവരുടെ ഉയർച്ചയ്ക്കു വേണ്ടി ഉപയോഗിച്ച് ഇവരെ പിന്നോക്കം തള്ളിയവരുടെ മുൻപിൽ തന്നെ നീ അവരെ ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന കേൾക്കുകയും ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളെ കർത്താവേ, നീ കൈവിടരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവർക്കെല്ലാ മേഖലകളിലും വിജയം നൽകി, മഹത്വം നൽകി അവരെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അവർ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ നന്മ നൽകി കർത്താവേ, അവരുടെ ജീവിതത്തെ സുരക്ഷിതമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളിലും നിന്റെ തുണയും കൃപയും അവരുടെ കൂടെ ഉണ്ടാകട്ടെ. അവർ ചെയ്യുന്ന എല്ലാ ജോലികളിലും വലിയ അനുഗ്രഹവും വലിയ ഉയർച്ചയും നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ബന്ധുമിത്രാദികളെ അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന അവസ്ഥയെ, സ്ഥലത്തെ, വീടിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ വസ്തുവകകൾക്ക് നേരെ നിന്റെ പ്രത്യേക സൈന്യങ്ങളെ കൊണ്ട് അവരെ സംരക്ഷിക്കണമേ. അവർ പോകുന്ന വഴിയിലെല്ലാം നിന്റെ ശക്തരായ ദൂതന്മാർ അവർക്ക് കാവലായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി,
കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ നിന്റെ എല്ലാ ജോലികളിലും നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ. പുതിയ അറിവും ബുദ്ധിയും ശക്തിയും നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.